കെയറോസ് കനാലിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. കാരണം നമുക്ക് അങ്ങനെ 1000 സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ സഹകരണത്തിനൊക്കെ ഭയങ്കര നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സഹകരണമൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇത് ഒരുപാട് ആൾക്കാർ കാണുന്നുണ്ട്, പക്ഷെ സബ്സ്ക്രൈബ് ചെയ്യുന്നവർ കുറവാണ്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് താല്പര്യമുള്ളവരൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് നമ്മള് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാമുണ്ട്. അപ്പൊ നമ്മൾ ട്രെയിനിങ് കോഴ്സൊക്കെ അറ്റൻഡ് ചെയ്തേക്കുന്നതാണ്. അപ്പൊ അവർക്ക് വേണ്ടി ഒരു കോളർ വാങ്ങിച്ചിട്ടുണ്ട്. ക്രോം കോളർ അല്ലെങ്കിൽ പിഞ്ച് കോളർ എന്നാണ് ഇതിന്റെ പേര്. അപ്പൊ ഇതിനൊന്ന് പരിചയപ്പെടുത്തുന്ന വീഡിയോ ആണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഈ കോളർ മാത്രം ഇട്ട് നമ്മൾ ഡോഗിനെ വാക്കിങ്ങിനോ ഒന്നും കൊണ്ടുപോകരുത്. കാരണം ഈ ട്രെയിനിങ്ങിന് കൊടുക്കുന്ന ഡോഗിന് ട്രെയിനേഴ്സ് ഉപയോഗിക്കുന്ന ഒരു ചെയിനാണിത്. ഇത് ഇവർക്ക് ഒരുപാട് പെയിനൊന്നുമില്ല. ഇത് ഈ ചോക്ക് ചെയ്യുന്നില്ല, അതിന്റെ കൂടെ ഇതുമേയും കൂടി രണ്ടുമേയും കൂട്ടിയാണ് ഇത് ചോക്ക് ചെയ്ത് തരുന്നത്. ഇത് നമ്മൾ അമേരിക്കയിൽ നിന്ന് നമ്മുടെ സുഹൃത്ത് വരുന്നുണ്ടായിരുന്നു. അപ്പൊ അവിടെ നിന്ന് കളക്ട് ചെയ്തതാണ്. അവിടുത്തെ റേറ്റ് ഒരു 4000 സംതിങ് രൂപയാണ് വരുന്നത്. ഇതിന് അത്യാവശ്യം റേറ്റ് ഉള്ള ഐറ്റംസ് ആണ് കേട്ടോ. സ്പ്രിഞ്ചർ എന്ന് പറഞ്ഞ ഒരു ജർമ്മൻ കമ്പനിയുടെ ഇതാണിത്, കോളറാണിത്. നമ്മൾ ഇവിടെയൊക്കെ ഓൺലൈനിൽ നോക്കുമ്പോൾ 7000, 8000 ആ റേഞ്ചൊക്കെ കാണിക്കുന്നുണ്ട്. നമുക്ക് അവിടെ നിന്ന് ഒരാൾ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ സുഹൃത്ത് ഞാൻ പറഞ്ഞിട്ട് അങ്ങനെ അവർ വാങ്ങിച്ചു തന്നതാണ്. ഇതിന്റെ കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിന്റെ സൈസൊക്കെ വരുന്നത് 3.2 mm ആണ് വരുന്നത്. ലെങ്ത് 58 സെന്റിമീറ്റർ, 23 ഇഞ്ച് ആണ് ഇതിന്റെ ലെങ്ത് തന്നെ. മാക്സിമം നെക്ക് സൈസ് ഉണ്ട് ഇതിന് 48 സെന്റിമീറ്റർ. അത് 19 ഇഞ്ച് വരെയുള്ള ഡോഗുകൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഇത് വരുന്നത്. പിന്നെ ഇതിന് എന്ന് വെച്ചാൽ കണ്ണികളാണിത്, ഓരോ കണ്ണികളാണ്. അപ്പൊ ഇത് നമുക്ക് വേണി സെപ്പറേറ്റ് കണ്ണികൾ ഓൺലൈനിൽ കണ്ടിട്ടുണ്ട്. ഇവരുടെ തന്നെ എടുക്കണം. ആ സൈസും കറക്റ്റ് ആയിട്ട് നമുക്ക് ചെറുതാണെങ്കിൽ കണ്ണികൾ എക്സ്ട്രാ കിട്ടും. ഇത് ചെറിയ ഡോഗുകൾക്കാണെങ്കിൽ ഇതിന്റെ ചെറിയ സൈസ് വരുന്നുണ്ട്. അല്ലെങ്കിൽ നമുക്ക് കണ്ണികൾ ഊരിയിട്ട് ചെറുതാക്കാൻ പറ്റും. ഇത് ഇങ്ങനെ ഓരോ കണ്ണികളാണ്, കണ്ട കണ്ണികൾ ഇങ്ങനെ ആണ്. അപ്പൊ ഇത് നമുക്ക് ഓരോന്ന് ഊരിയിട്ട് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഇത് വരുന്നത്. ഇത് നല്ല ഒരു ഐറ്റംസ് ആണ്. ഇത് നമുക്ക് ശരിക്കും ഉപയോഗിക്കുന്നത് പറഞ്ഞാൽ ഡോഗിനെ കറക്ഷൻ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ടൂളാണ്. അപ്പൊ അതിന്റെ ഇതെങ്ങനെ ചെയ്യണേന്നൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലൊക്കെ കാണിച്ചു തരുന്നതായിരിക്കും. കണ്ണികളായിട്ടാണ് വരുന്നത്. അപ്പൊ നമ്മളിത് ഉപയോഗിക്കുമ്പോൾ സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇത് ഈ കോളർ മാത്രം ഇട്ട് നമ്മൾ ഡോഗിനെ വാക്കിങ്ങിനോ ഒന്നും കൊണ്ടുപോകരുത്. കാരണം ഇത് ഊരി പോകാൻ സാധ്യത കൂടുതലാണ്. ഇത് ട്രെയിനിങ്ങിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്, കറക്ഷന് ഉപയോഗിക്കുന്നതാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ വേറൊരു കോളർ സാധാരണ ചോക്ക് ചെയിനും കൂടി ഇട്ടിട്ട് വേണം, അതിന്റെ കൂടെയാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പൊ നമുക്ക് ധൈര്യമായിട്ട് ഇത് ഊരിപ്പോയാലും മറ്റേ കോളർമൻ കൂടി കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ലീഷ് ഇടുന്നത്. ഇതിന്റെ ഒരുപാട് ലൂസ് ആയിരിക്കാൻ പാടില്ല, ഇടുന്ന ഒരുപാട് ടൈറ്റും ആയിരിക്കാൻ പാടില്ല. പിന്നെ ഇത് ഇടേണ്ട മെത്തേഡ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടാണ് ഇടുന്നത്. ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇടണം. അല്ലാണ്ട് നമ്മൾ മറ്റേ കോളർ ഇടണ മാതിരി മറ്റേ കോളർ നമ്മൾ ഇങ്ങനെയുള്ള ഇടണം, അങ്ങനെ ഇടരുത്. കാരണം അങ്ങനെ ഇടുമ്പോൾ വെച്ചാൽ കണ്ണിലോ അല്ലെങ്കിൽ ഇവിടെയൊക്കെ കൊള്ളാൻ സാധ്യതയുണ്ട്. ഒരുപാട് ഷാർപ്പൊന്നല്ലത്. നമ്മുടെ ഇന്ത്യൻ ഇവിടുത്തെ കോളറുകൾ ഇങ്ങനെ കണ്ടിട്ടുണ്ട്, പക്ഷെ അതൊക്കെ എന്ന് വെച്ചാൽ ഇതിന്റെ എഡ്ജൊക്കെ ഭയങ്കര ഷാർപ്പായിരിക്കും. ഇത് നല്ല റൗണ്ട് എഡ്ജാണ്, കറക്റ്റ് ലെവലാണ്, എല്ലാം കറക്റ്റ് ആയിട്ടാണ് വരുള്ളൂ. നമ്മൾ ഇതിന്റെ ഈ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചോക്ക് ഇങ്ങനെ നമ്മൾ വലിക്കുമ്പോൾ ഇതിങ്ങനെ ചോക്കാവും. ഇതിന്റെ അവിടെ ചെറിയൊരു പെയിൻ ഉണ്ടാവും. കാരണം ഇത് നമ്മൾ കറക്ഷൻ ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതാണല്ലോ. അപ്പൊ അതിനു വേണ്ടിയാണ് ഇത് വരുന്നത്. അപ്പൊ ഇത് ഇടുന്ന മെത്തേഡ് ഞാൻ ഒന്ന് കാണിച്ചു തരാം. കൈനെക്കിലാണ് ഇടുന്നത്. ഇങ്ങനെയാണ്, ചെറിയ ലൂസ് വേണം. ഇതിപ്പോൾ ഇവൾക്ക് നല്ല കറക്റ്റ് പാകമാണ്. ഇതിങ്ങനെ വലിച്ചിട്ട് ഇവിടെയാണ് ഉപയോഗിക്കുന്നത്. ഇതിനുള്ളൂ. ഇതിന് നമ്മൾ ഈ ചോക്ക് ചെയ്യുന്നില്ല, അതിൻ്റെ കൂടെ ഇതുമേയും കൂടി രണ്ടുമേയും കൂട്ടിയാണ് ഇത് ചോക്ക് ചെയ്ത് തരുന്നത്. ലീഷ് ഇടുന്നത് ഈ ചോക്ക് ചെയിൻമേ ഇതുമേയും കൂട്ടിയിടും. ഇങ്ങനെയാണ് ഇടുന്നത്. അപ്പോൾ നമുക്ക് പറഞ്ഞ് ഊരിപ്പോയാലും പ്രശ്നമില്ല. ഇത് ഒരിക്കലും ഡോഗിനെ കെട്ടിയിടാനോ
വേറെ ഒരു ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കരുത്. ഇത് ശരിക്കും ട്രെയിനിങ്ങിന് വേണ്ടിയുള്ളതാണ്. ട്രെയിനിങ്ങിന് കറക്ഷനാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്. ഇതേ നമ്മൾ ട്രെയിനിങ്ങിന് കൊടുക്കുന്ന ഡോഗിന് ട്രെയിനേഴ്സ് ഉപയോഗിക്കുന്ന ഒരു ചെയിനാണിത്. ഇത് ഇവർക്ക് ഒരുപാട് പെയിനൊന്നുമില്ല, എന്നാൽ ചെറിയൊരു ഇത് കറക്ഷൻ ചെയ്യാൻ വേണ്ടി അവർക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടി ആണ് ഇവിടെ ഇത് ഉപയോഗിക്കുന്നത്. വിദേശത്തൊക്കെ ഇഷ്ടംപോലെ ഉപയോഗിക്കുന്നതാണ്. നമ്മൾ പുറത്തുള്ള വീഡിയോസൊക്കെ കാണുമ്പോൾ ഡോഗിൻ്റെ കഴുത്തിൽ ശ്രദ്ധിച്ചറിയാം ഈ ചോക്ക് ചെയിൻ അവർ ഈ പ്രോം കോളർ അല്ലെങ്കിൽ പിഞ്ച് കോളർ എന്നാണ് ഇതിനെ പറയുന്നത്. ഇത് ഇട്ടുണ്ടാവും അവർ പുറത്തൊക്കെ വാക്കിങ്ങിന് പോകുമ്പോൾ ഇത് ഇട്ടിട്ടുണ്ടാവും. ചെറിയൊന്ന് കണക്ട് ചെയ്ത് ഇട്ടായിരുന്നു അത് കറക്റ്റായിരിക്കും. അത്രയാണ്, അല്ലാണ്ട് ഇത് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പക്ഷെ ഒരിക്കലും ഇത് കെട്ടിയിടരുത്, കെട്ടിയിടാൻ വേണ്ടി ഉപയോഗിക്കരുത്. അത് മാത്രമായിട്ട് നമ്മൾ പുറത്തേക്കും കൊണ്ടുപോകരുത്, ഒക്കെ ശ്രദ്ധിക്കണം. പിന്നെ ഒക്കെ കണ്ണിയൊക്കെ കറക്റ്റല്ലേ വീണേക്കുന്നതെന്നൊക്കെ നോക്കണം. കാരണം അത് ഒരുപാട് പുഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഊരി പോകാവുന്ന ഒരു ടെൻഡൻസി ഉണ്ട് അതിന്. അതങ്ങനെയാണ് അതിൻ്റെ നിർമ്മാണം, അങ്ങനെയാണ്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഇത് നമ്മൾ ഇവർ ഉപദ്രവിക്കുന്നതല്ല, നമുക്ക് ഇവർക്ക് ഹെവി ബ്രീഡാണ്. ഹെവി ബ്രീഡ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ വേറെ പ്രശ്നങ്ങൾ പുറത്തൊക്കെ പോയി ഡോഗിനെ പുറത്തു കൊണ്ടുപോകുമ്പോൾ വേറെ ആൾക്കാരുടെ മേത്തേക്കൊക്കെ ചാടി കയറി അവർ പേടിച്ച് വീട് അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവണേക്കാൾ ഭേദം നമ്മൾ തന്നെ കൺട്രോളിൽ കൊണ്ടുപോകുക. അതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അല്ലാണ്ട് നമ്മൾ ഇവർ ഉപദ്രവിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ ഇവർ വേദനിപ്പിക്കാൻ വേണ്ടിയോ അല്ല. നമ്മുടെ കൺട്രോളിൽ കിട്ടാൻ വേണ്ടി നമ്മളിവർ കറക്ഷൻ ചെയ്ത് ഇതിട്ട് കറക്ഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ അത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. ശരിക്കും അവർ വെറുതെ കഴുത്തിലിട്ടായിരുന്നു മതി. അല്ലെങ്കിൽ നമുക്ക് ആ ചോക്ക് ചെയിനിൽ നിന്ന് മാറ്റി വേറെ ചോക്ക് ചെയിൻ നമ്മൾ ആഡ് ചെയ്യും. അപ്പോൾ അവൻ പിന്നെ നമ്മുടെ കൺട്രോളിലായി കഴിഞ്ഞാൽ ഹീൽ വർക്കൊക്കെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രശ്നമില്ല, അത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കുറച്ച് ഇതാണ് അവനെ ഒന്ന് കറക്ഷൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അതാണ് ഇപ്പോൾ ട്രെയിനിങ്ങിൽ ഉപയോഗിക്കുന്ന ഇതല്ല, ടൂളല്ല. അത് ട്രെയിനേഴ്സ് ഉപയോഗിക്കുന്നതാണ്, എല്ലാവരും ഉപയോഗിക്കുന്നതാണ്. പിന്നെ അവർ കാണിക്കില്ല എന്നുള്ളൂ. നമ്മൾ പിന്നെ നമുക്ക് അറിയാവുന്ന ഒരു അറിവുകൾ പറയുമെന്ന് മാത്രമേ ഉള്ളൂ. ഇത് 3.2 mm എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലുതാണ്. ഞാൻ വിചാരിച്ചിട്ട് ഇത് ഇവർക്ക് ഇനി വേറെ കണ്ണി സെപ്പറേറ്റ് വാങ്ങിക്കേണ്ടി വരുന്നതാണ്. പക്ഷേ ഭാഗമാണ് കെയിൻ ക്രോസ് അവർക്കൊക്കെ ചിലപ്പോൾ കുറച്ചും കൂടി ഒരു കണ്ണിയൊക്കെ വേണ്ടി വരും. ഇവർക്കിപ്പോൾ അത് ഭാഗം ഇതിപ്പോൾ ഒരു കണ്ണി കുറയ്ക്കണമെന്ന് തോന്നുന്നു. മറ്റേ ചെറിയ ലൂസാണ്, പൊടിക്കും കൂടി ടൈറ്റായിട്ട് നിൽക്കണം. അപ്പോൾ ഒരു കണ്ണി കുറച്ച് ഇടുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. ഇങ്ങനെയാണ് ഇതിൻ്റെ ഉപയോഗം. ചെറുതായിട്ടൊന്ന് ചോക്ക് ചെയ്ത് പോയി നമ്മൾ കറക്ഷനൊക്കെ വേണ്ടി. ഹീൽ വാക്കിനൊക്കെ നല്ല അടിപൊളിയായിട്ട് ഉപയോഗിക്കാം. ഇത് നമ്മൾ പുള്ളി ചെയ്തൊന്നും പോയൊന്നുമില്ല. ഇതിട്ട് ട്രെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല പക്കയായിട്ട് നമുക്ക് ഇതൊന്നും ഇല്ലാണ്ട് പിന്നെ വാക്കിങ്ങിനൊക്കെ എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് ട്രെയിനിങ് ഒക്കെ ചെയ്യണവർക്ക് വാങ്ങിക്കാം, ഓൺലൈനിലുണ്ട്. നമ്മുടെ ഇവിടുത്തെ ഐറ്റംസ് കിട്ടുമ്പോൾ അത്ര നല്ലതായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഇത് കുറച്ച് കോസ്റ്റ്ലിയാണ്, പക്ഷെ എന്നാലും കംപ്ലൈൻ്റ് ഒന്നും ഇല്ല. ഇവിടുത്തെ തന്നെ കണ്ണിയൊക്കെ ഊരാനൊക്കെ പാടുണ്ട് എന്നൊക്കെ പറയുന്നു. അതിൻ്റെ എഡ്ജൊക്കെ ഭയങ്കര ഷാർപ്പായിരിക്കും. അപ്പോൾ അത് ശരിക്കും ഒരു എഡ്ജ് നീളം കൂടിയത് കുറഞ്ഞത് അങ്ങനെയൊക്കെ ആയിട്ടാണ്. അപ്പോൾ അതൊക്കെ ഇവരുടെ മേത്ത് ശരിക്കും കുത്തിക്കൊള്ളാനുള്ള ഒരു ടെൻഡൻസിയൊക്കെ കൂടുതലുണ്ട്. അപ്പോൾ അത് കാരണമാണ് ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചത്. ഇച്ചിരി കോസ്റ്റ് ആയാലും അവിടെ നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ നമുക്ക് ട്രെയിനിങ് ഒക്കെ ഇനിയിപ്പോൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണ്ട. അപ്പോൾ നമുക്കൊന്ന് ഉപയോഗിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മൾ ഇനിയും ട്രെയിനിങ്ങിൽ ഇതിൻ്റെ ഉപയോഗവും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ചാനൽ അല്ല നമ്മുടെ വീഡിയോസൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. നിങ്ങൾക്കെല്ലാം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.